അത് ചന്ദ്രഗിരി എന്ന ഗ്രാമം. സൂര്യകാന്തം തന്റെ മകനായ ആകാശ് പിന്നെ മരുമകളായ രുക്മണിയോടൊപ്പം ജീവിച്ചിരുന്നു. ആകാശ് ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ ഭാര്യ ശാരദ. രുക്മണി ജനിച്ചതിന് ശേഷം ആകാശിനോടൊപ്പം വഴക്കിട്ട് രുക്മണിയെ വിട്ട് അവിടുന്ന് അവന്റെ അമ്മയുടെ വീട്ടിൽ പോയി. അന്നു മുതൽ രുക്മണിക്ക് ആവശ്യമായി എല്ലാം ചെയ്യുന്നത് അവളുടെ അമ്മൂമ്മ സൂര്യകാന്തമാണ്. രുക്മണി കൂടെയുള്ള കുട്ടികളോടൊപ്പം കളിക്കാൻ പുറത്തു പോയാൽ അത് മതി. അവിടെയുള്ള കുട്ടികളെല്ലാം അവൾ കറുത്തതാണെന്ന് പറഞ്ഞ് കളിയാക്കും. രുക്മണി ഒരുപാട് വിഷമിച്ചു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകുകയില്ല. അങ്ങനെ നാളുകൾ കൂടുന്തോറും രുക്മണിയും വളർന്ന് വലിയവളായി. അവളെപ്പോലെ സൂര്യകാന്തത്തിനും ഒപ്പം വയസ്സാകുന്നതുകൊണ്ട് രുക്മണി സൂര്യകാന്തത്തിനോടൊപ്പം വീട്ടുപണികൾ, പാചകപ്പണികൾ എല്ലാത്തിനും സഹായിക്കുമായിരുന്നു. രുക്മണി ഇപ്പോൾ വലിയവളായതുകൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ അമ്മൂമ്മ തീരുമാനിച്ച് ആ കാര്യം മകൻ ആകാശിനോട് പറയാമെന്ന് അവർ കരുതി. നിന്റെ മകൾ വളർന്ന് വലിയവളായി, എനിക്കും വയസ്സാകുന്നു. രുക്മണിയെ കല്യാണം കഴിപ്പിക്കണം. ശരിയമ്മേ, അത് നടത്തിയേക്കാം. ഞാൻ ആ കല്യാണ ബ്രോക്കറിനെ അറിയിച്ചേക്കാം. അയാള് വരുമ്പോൾ അമ്മ സംസാരിച്ചാൽ മതി. ആകാശ് കല്യാണ ബ്രോക്കറിനോട് പറഞ്ഞയച്ചു. അടുത്ത ദിവസം തന്നെ കല്യാണ ബ്രോക്കർ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന പേരയ്യനെ കണ്ട് സൂര്യകാന്തം ഇങ്ങനെ ചോദിച്ചു. വരൂ പേരയ്യ, നിങ്ങളെയാണ് കാത്തിരുന്നത്. എന്റെ പേരക്കുട്ടിക്ക് കല്യാണം കഴിക്കണം. ഒരു നല്ല വരനുണ്ടെങ്കിൽ പറയൂ. ശരിയമ്മേ, എന്റെ കയ്യിൽ കുറെ പയ്യന്മാരുണ്ട്. നിങ്ങൾക്ക് ആരെ ഇഷ്ടപ്പെട്ടോ ഇത് നോക്കി തിരഞ്ഞെടുക്കൂ. പേരയ്യ അവന്റെ കയ്യിലുണ്ടായിരുന്ന വരന്റെ ഫോട്ടോ സൂര്യകാന്തത്തിന് കാണിച്ചു. പേരയ്യ കൊടുത്ത ഫോട്ടോസിൽ ഒരു ഫോട്ടോ അവർക്ക് ഇഷ്ടമായി. അതേ വരനെ തന്നെ മതിയെന്ന് പേരയ്യോട് പറഞ്ഞു സൂര്യകാന്തം. അതിനവൻ ശരിയെന്ന് പറഞ്ഞ് 2 ദിവസത്തിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് അത് സംസാരിച്ചുറപ്പിക്കാൻ അവൻ പുറപ്പെട്ടു. അന്ന് വൈകിട്ട് ഓഫീസിലെ പണികൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു ആകാശ്. ഈ കാര്യം ആകാശിനോട് പറഞ്ഞു സൂര്യകാന്തം. അത് കേട്ട് ശരിയെന്ന് പറഞ്ഞ് ആകാശ് റൂമിലേക്ക് പോയി. അതിന് 2 ദിവസം കഴിഞ്ഞ് പേരയ്യ സൂര്യകാന്തത്തിന്റെ വീട്ടിൽ വന്നു. പയ്യന്റെ വീട്ടുകാർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. നാളെ അവർ പെണ്ണ് കാണാനായി ഇവിടെ വരുമത്രേ. അത് കേട്ടത് സൂര്യകാന്തം വളരെ സന്തോഷിച്ചു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം പെണ്ണിനെ കാണാനായി ചെക്കന്റെ വീട്ടിൽ നിന്ന് വന്നിരുന്നു. പെൺകുട്ടി കറുത്തതാണെങ്കിലും അവർ ശരിയെന്ന് സമ്മതിച്ചു. പക്ഷെ പെണ്ണിന്റെ അമ്മ അവിടെ ഇല്ലാത്തതുകൊണ്ട് ചെക്കന്റെ വീട്ടിൽ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ സൂര്യകാന്തം ഇങ്ങനെ പറഞ്ഞു. എന്റെ പേരക്കുട്ടിക്ക് അമ്മയില്ല. ചെറുപ്പം തൊട്ട് ഞാനാണ് അവളെ വളർത്തി വലുതാക്കിയത്. അപ്പൊ ചെക്കന്റെ വീട്ടുകാർ അവളുടെ അമ്മ മരിച്ചുപോയോ എന്ന് ചോദിച്ചു. അമ്മ ഇപ്പോഴും ജീവനോട് തന്നെയുണ്ട്. മകൾ കറുത്തതാണെന്ന് പറഞ്ഞ് അവളെ ചെറുപ്പത്തിലേ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അത് കേട്ട ഉടനെ ചെക്കന്റെ വീട്ടിൽ മകൾക്ക് അമ്മയില്ലാതെ കല്യാണം എങ്ങനെ കഴിപ്പിക്കുമെന്ന് ചോദിച്ചു. പെണ്ണിന്റെ അമ്മ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പറഞ്ഞയക്കൂ, അപ്പൊ വന്ന് ഞങ്ങൾ കല്യാണം ഉറപ്പിക്കാമെന്ന് അവർ പറഞ്ഞിട്ട് പോയി. അവരങ്ങനെ പറഞ്ഞത് കേട്ട് രുക്മിണി ഒരുപാട് വിഷമിക്കാൻ തുടങ്ങി. ഇത്ര ദിവസം ഞാൻ കറുപ്പാണെന്ന് പറഞ്ഞ് എന്റെ കൂടെയുള്ള പെൺകുട്ടികളെല്ലാം കളിയാക്കും. പക്ഷെ ഇപ്പോ കുറച്ചുപോലും അമ്മയുടെ സ്നേഹം കിട്ടാത്തവളാണ്. അനാഥയായാണ് വളർന്നത്. അങ്ങനെ പറഞ്ഞ രുക്മിണി കരഞ്ഞു. നീ വിഷമിക്കണ്ട മോളെ, ഈ പയ്യനല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പയ്യനെ നോക്കാം. നീ എത്ര വരനെ കൊണ്ടുവന്നാലും അമ്മയില്ലാതെ ആരും സമ്മതിക്കില്ല മോനെ. മരുമകളുടെ വീട്ടിൽ ചെന്ന് ആദ്യം അവളെ കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് സൂര്യകാന്തം അവിടെ നിന്ന് പുറപ്പെട്ട് മരുമകളുടെ വീട്ടിലേക്ക് പോയി. മരുമകളെ നോക്കി നടന്ന എല്ലാ കാര്യവും പറഞ്ഞു. മരുമകളെ എങ്ങനെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും കരുതി. ഏത് ദരിദ്രത്തെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞോ? ഇപ്പൊ എങ്ങനെ വീണ്ടും അവളെ ഞാൻ സ്വീകരിക്കും? ഒരു അമ്മയായി നീ ഒരു കടമകളും ചെയ്തിട്ടില്ല. ദയവ് ചെയ്ത് അവൾക്ക് കല്യാണം നടക്കാനായി ഇപ്പൊ എന്റെ കൂടെ വാ. ഞാൻ വരില്ല. വെറുപ്പിക്കാണ്ട് ഇവിടുന്ന് പോകൂ. മരുമകൾ അങ്ങനെ പറഞ്ഞതും സൂര്യകാന്തത്തിന് എന്ത് പറയണമെന്ന് അറിയില്ല. അവിടുന്ന് ദേഷ്യത്തിൽ പുറപ്പെട്ടു. അപ്പം മുൻപിൽ നേരെ നടന്നു വന്നുകൊണ്ടിരുന്നു സ്വീറ്റി. സൂര്യകാന്തത്തിനെ നോക്കി ചോദിച്ചു. ഹൂസ് ദിസ് ഓൾഡ് ലേഡി? അവരാണ് നിന്റെ അമ്മൂമ്മ. ഇത്ര ദിവസം വന്നില്ല, ഇപ്പൊ എന്തിനാ വന്നേ? എന്താ പറയുന്നേ? ഇവളെന്റെ പേരക്കുട്ടിയോ? അതെ അമ്മേ, അവൾ നിങ്ങളുടെ പേരക്കുട്ടിയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേൾക്ക്. രുക്മിണിയെ കല്യാണം കഴിപ്പിക്കണം. അവൾക്ക് കല്യാണം നടക്കണമെങ്കിൽ നീ വരണം. അങ്ങനെയല്ലെങ്കിൽ നാളെ ഇവൾക്ക് കല്യാണം നടക്കില്ല. എന്റെ മകൻ വരാതെ ഇവൾക്ക് എങ്ങനെ നടക്കും? നീ വന്നില്ലെങ്കിൽ നാളെ എന്റെ മകനും വരില്ല, അതിന് സമ്മതിക്കുമില്ല. അത് കേട്ടതും മരുമകൾ കുറച്ച് ചിന്തിക്കാൻ തുടങ്ങി. വേറെ വഴിയില്ലാതെ ശരിയെന്ന് സമ്മതിച്ചു. മരുമകളെയും പേരക്കുട്ടിയും കൂട്ടിക്കൊണ്ട് സൂര്യകാന്തം അവിടുന്ന് പുറപ്പെട്ട് വീട്ടിൽ പോയി രുക്മിണിയോട് ഇങ്ങനെ പറഞ്ഞു. നിന്റെ അമ്മയും അനിയത്തിയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് രുക്മിണി ഒരുപാട് സന്തോഷിച്ചു. രുക്മിണി അവളുടെ അമ്മയെ കെട്ടിപ്പിടിക്കാൻ അടുത്ത് ചെന്നപ്പോൾ അത് സ്വീറ്റിക്ക് ഒട്ടും ഇഷ്ടമായില്ല. രുക്മിണിയെ പിടിച്ച് തള്ളിയിട്ടു.
ഇത് നോക്കൂ, എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. വേഗം ഇവൾക്ക് കല്യാണം കഴിപ്പിക്കേ. ഈ ദരിദ്രം പിടിച്ചവളെ കാണുമ്പോ എനിക്ക് വയറൊക്കെ എരിയുന്നു. ആരടി ദരിദ്രം? മകളോടാരെങ്കിലും ഇങ്ങനെ സംസാരിക്കുമോ? ഇവിടെ നോക്കുമേ, എന്റെ മകളുടെ ജീവിതത്തിന് വേണ്ടി ഇവിടെ വന്നത്. അതല്ലാതെ എല്ലാവരുടെ കയ്യിൽ നിന്ന് ചീത്ത പേടിക്കാനല്ല വന്നത്. ആദ്യം ചെക്കന്റെ വീട്ടിൽ സംസാരിച്ച് കല്യാണം തീരുമാനിക്കേ. അങ്ങനെ പറഞ്ഞ ശാരദ അവളുടെ മകളെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് മുറിയിലേക്ക് പോയി. സൂര്യകാന്തം ആ ബ്രോക്കറോട് പറഞ്ഞ് കല്യാണം തീരുമാനിക്കാൻ പറഞ്ഞു. അമ്മയെയും അനിയത്തെയും കണ്ട് രുക്മിണി സത്യത്തിൽ സന്തോഷത്തിലായിരുന്നു. പക്ഷെ അവർക്ക് മാത്രം രുക്മിണിയോട് കുറച്ചു പോലും സ്നേഹമില്ല. രുക്മിണിയെ കൊണ്ട് എല്ലാ പണികളും എടുപ്പിക്കുമായിരുന്നു. ഒരു ദിവസം സ്വീറ്റി നാട് ചുറ്റി കണ്ടിട്ട് വരാമെന്ന് അമ്മയോട് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകല്ലേ മോളെ, കൂടെ അവളെയും കൊണ്ടുപോ. ശരിയെന്ന് പറഞ്ഞ് സ്വീറ്റി രുക്മിണിയും കൂട്ടിക്കൊണ്ട് ആ ഗ്രാമം ചുറ്റിക്കാണാൻ പോയി. അങ്ങനെ അവർ രണ്ടുപേരും റോട്ടിൽ നടന്നു പോയിക്കൊണ്ടിരുന്നു. അവർ കുറച്ചു ദൂരം പോയ ഉടനെ കയറ് മുറിച്ച് ഒരു വലിയ പശു അവരെ നോക്കി ഓടി വന്നുകൊണ്ടിരുന്നു. അത് കണ്ടതും രുക്മിണി ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് വീട്ടിൽ പോകാം. അങ്ങനെ രുക്മിണി പറഞ്ഞു. പക്ഷേ സ്വീറ്റി സമ്മതിച്ചില്ല. അതൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നു. പക്ഷെ ആ പശു തന്റെ അനിയത്തിയെ കുത്താൻ വന്നു. അത് ശ്രദ്ധിച്ചു രുക്മിണി. ഉടനെ അനിയത്തിയെ ദൂരത്തിൽ തള്ളിയിട്ടു. അപ്പോ ആ പശു നേരെ വന്ന് രുക്മിണിയെ കുത്തി. അവൾക്ക് നന്നായി പരിക്കേറ്റു. രുക്മിണി തല കറങ്ങി താഴെ വീണു. അത് കണ്ട് സ്വീറ്റി ഭയങ്കരമായി ബഹളം വെച്ചു. ആ ശബ്ദം കേട്ട് അവിടെ ഒരു ചില പേർ വന്നു. ഉടനെ രുക്മിണിയെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ പേരക്കുട്ടി ഇപ്പൊ കിടന്ന കിടപ്പായി കിടക്കുന്നത് കണ്ട് സൂര്യകാന്തം ഒരുപാട് വിഷമിച്ചു. ഇനി കുറച്ചു ദിവസത്തിൽ കല്യാണം കഴിച്ച് അമ്മായിയമ്മയുടെ വീട്ടിൽ പോകേണ്ട എന്റെ പേരക്കുട്ടി ഇങ്ങനെ കിടക്കുന്നല്ലോ. അങ്ങനെ അവർ ഒരുപാട് വിഷമിച്ചു. ഇപ്പോൾ നിനക്കും നിന്റെ മകൾക്കും സന്തോഷമായോ? നിങ്ങൾ ആഗ്രഹിച്ചതിതല്ലേ? അവളിപ്പോൾ മരിക്കാൻ പോകുന്നു. കറുത്തുപോയത് അവളുടെ തെറ്റുകൊണ്ടല്ല. പ്രസവിച്ച മകളെ നീ ഇങ്ങനെ വിട്ടിട്ട് പോയല്ലോ. ഏകദേശം മരിക്കുന്ന അവസ്ഥയിൽ അച്ഛനമ്മ രണ്ടുപേരെയും വിളിച്ചു രുക്മിണി. ഇത്ര ദിവസം ഞങ്ങളെ വിട്ടുപോയി, ഇനിയെങ്കിലും അച്ഛനോട് ഒരുമിച്ച് ജീവിക്കൂ എന്ന്. ഇതുവരെ എന്നോട് എത്ര അധികം സ്നേഹം കാണിച്ചോ അതേ സ്നേഹം അനിയത്തിയോട് കാണിക്കൂ എന്നും അവളുടെ അച്ഛനോട് പറഞ്ഞു രുക്മിണി. നഗരത്തിലൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? മനുഷ്യരെ പോലെ കാണാനറിയില്ല. ഇന്നെന്റെ മകളില്ലായിരുന്നെങ്കിൽ നിന്റെ മകളെ ജീവനോടെ കാണില്ലായിരുന്നു നീ. അപ്പോഴാണ് ശാരദയ്ക്കും സ്വീറ്റിക്കും അവർ ചെയ്ത തെറ്റ് മനസ്സിലായത്. അവർ വിഷമിച്ച് കരയാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു. രക്തം ഒരുപാട് നഷ്ടപ്പെട്ടതുകൊണ്ട് രുക്മിണി മരിച്ചു. ഇതുവരെ അവൾ എന്ത് ചെയ്തു? തന്റെ മകളെ എത്ര കഷ്ടപ്പെടുത്തി എന്നാലോചിച്ച് ശാരദ ഒരുപാട് വിഷമിച്ചു. രുക്മിണിയുടെ അവസാനാഗ്രഹമായതുകൊണ്ട് ശാരദ അവളുടെ മകളെയും കൂട്ടിക്കൊണ്ട് ഭർത്താവിനോടൊപ്പം അവിടെയിരുന്നു. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.